നിങ്ങൾ 2024 ഒക്ടോബറിൽ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ എത്രാം വാർഷികമാണ് 2024 ഓഗസ്റ്റ് 23 ആഘോഷിച്ചത്? അപ്പം എപ്പോഴാണ് നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23 അപ്പോൾ 2024 ഓഗസ്റ്റ് 23 എന്തായാലും ഒന്നാം വാർഷികമായിരിക്കും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളും കൂടെ നമുക്ക് വായിക്കാം. 2023 ഓഗസ്റ്റ് 23 വൈകിട്ട് 6:04 വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ചത്. ഇതോടെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം കൂടിയായി ഇന്ത്യ. ഈ നേട്ടത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ചത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് അന്താരാഷ്ട്ര ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ IAF ലോക ബഹിരാകാശ പുരസ്കാരം വേൾഡ് സ്പേസ് അവാർഡ് അടുത്തിടെ ലഭിച്ചിരുന്നു. ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ ശിവശക്തി പോയിന്റ് എന്ന പേരിന് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചിരുന്നു. അപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് 2023 ഓഗസ്റ്റ് 23 ഒരു ബുധനാഴ്ച ഒരു 6:04 ആയപ്പോഴത്തേക്കും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയ രാജ്യമാണ് ഇന്ത്യ. ആ സ്ഥലത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? ശിവശക്തി പോയിന്റ് എന്നാണ് ആ പേടകമിറങ്ങിയ സ്ഥലത്തിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്, അല്ലേ? ഓക്കെ. ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ദിവസം ഓഗസ്റ്റ് 23 എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. പിന്നെ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് ലോക ബഹിരാകാശ പുരസ്കാരം വേൾഡ് സ്പേസ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ ശിവശക്തി പോയിന്റ് എന്ന പേര് ആ ലാൻഡർ ഇറങ്ങിയ ആ സ്ഥലത്തിന് ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്, അല്ലേ? വിക്രം ലാൻഡർ ഇറങ്ങിയ ആ പേര് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ശിവശക്തി പോയിന്റ്. ആ പേര് ആരംഗീകരിച്ചിട്ടുണ്ട്? AU ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്, അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഓഗസ്റ്റിൽ പോളണ്ട് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്രകാരമാണ് യുക്രൈനിലേക്ക് പോയത്? അപ്പോൾ നമുക്കറിയാം റഷ്യ യുക്രൈൻ വാറൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്, അല്ലേ? റഷ്യ അപ്പം ഉക്രൈൻ സന്ദർശിക്കാനായിട്ട് നമ്മുടെ നരേന്ദ്രമോദി പോയിട്ടുണ്ട്. എങ്ങനെയാണ് പോയത്? 2024 ഓഗസ്റ്റിൽ പോളണ്ട് സന്ദർശനത്തിന് ശേഷമാണ് നരേന്ദ്രമോദി എങ്ങോട്ട് പോയിരിക്കുന്നത്? യുക്രൈൻ സന്ദർശിക്കാൻ പോയിരിക്കുന്നത്. തീവണ്ടി മാർഗ്ഗമാണ് നരേന്ദ്രമോദി എങ്ങോട്ട് പോയത്? യുക്രൈനിലേക്ക് പോയത്. ഇപ്പോൾ എല്ലാവരും മിക്ക പ്രധാനമന്ത്രിമാരും എങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ? തീവണ്ടി മാർഗ്ഗമാണ് എങ്ങോട്ട് പോകുന്നത്? യുക്രൈനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അനുബന്ധ വിഷയങ്ങൾ വായിക്കുകയാണെങ്കിൽ 10 മണിക്കൂർ യാത്ര ചെയ്താണ് ഉക്രൈൻ തലസ്ഥാനമായ കിവിയിൽ എത്തിയത്. അപ്പോൾ ഉക്രൈൻ്റെ തലസ്ഥാനം എവിടെയാണ്? കിവിയിലാണ് നരേന്ദ്രമോദി 10 മണിക്കൂർ തീവണ്ടിയിൽ യാത്ര ചെയ്താണ് എത്തിയത്. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ലോക നേതാക്കൾ എല്ലാവരും തീവണ്ടി മാർഗ്ഗമാണ് യുക്രൈനിൽ എത്തുന്നത്. അതെ, റഷ്യ യുക്രൈൻ നമ്മുടെ യുദ്ധം ആരംഭിച്ച ശേഷം വാറിന് ശേഷം ഇപ്പോൾ എങ്ങനെയാണ് യുക്രൈനിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ തീവണ്ടി മാർഗ്ഗമാണ്. 1991 മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ട ശേഷം ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് മോദി. അപ്പം 1991 എന്ത് സംഭവിച്ചു? സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ട ശേഷം നമ്മുടെ ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? മോദി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യയിലെ അതിസമ്പന്ന ഗ്രാമം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ ഗ്രാമം. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും അതിസമ്പന്നമായ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ മദാപ്പർ ആണ്. ആരാണ്? മദാപ്പർ. ഈ മദാപ്പർ എവിടെയാണുള്ളത്? ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പറിൽ 17 പൊതു സ്വകാര്യ ബാങ്കുകളായി 7,000 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണുള്ളത്. ഗ്രാമത്തിലെ 20,000-ഓളം ഭവനങ്ങളിൽ നിന്നുള്ള 1,200-ഓളം കുടുംബങ്ങൾ വിദേശത്താണ്. അപ്പോൾ എന്താണ് ഈ മദാപ്പറിൽ സ്വകാര്യ ബാങ്കുകളിലായിട്ട് എത്ര 7,000 കോടി രൂപയിൽ 7,000 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ 20,000 ഭവനങ്ങളിൽ നിന്നുള്ള 1,200-ഓളം കുടുംബങ്ങൾ എവിടെയാണ്? വിദേശത്തുള്ളവരാണ് മദാപ്പറിലുള്ളവർ. അപ്പോൾ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പറാണ് ഏഷ്യയിലെ തന്നെ അതിസമ്പന്നമായ ഗ്രാമം, കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ പുറത്ത് പോയാലേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തോളം ഓർത്ത് വെച്ചാൽ മതി. മദാപ്പർ എവിടെയാണുള്ളത്? ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ, ഏഷ്യയിലെ ഏറ്റവും അതിസമ്പന്നമായ ഗ്രാമം. ഓക്കെ, ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കാൻ പറ്റും. അടുത്തിടെ അന്തരിച്ച UPയിലെ മുൻ കോൺഗ്രസ് MLA ഭോലാനാഥ് പാണ്ഡെ 71 വാർത്താ പ്രാധാന്യം നേടാൻ കാരണമെന്താണ്?
അപ്പോൾ എന്താണ് നമ്മുടെ യു പിയിലെ മുൻ കോൺഗ്രസ് MLA ഭോലാനാഥ് അന്തരിച്ചിരുന്നു. ഈ ഭോലാനാഥ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കളിത്തോക്ക് ഉപയോഗിച്ച് വിമാനം റാഞ്ചിയ വ്യക്തികളിൽ ഒരാൾ എന്ന നിലയിലാണ് നമ്മൾ ഭോലോനാഥിനെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഭോലോനാഥ് വാർത്താ പ്രാധാന്യം നേടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്തുണ്ടാക്കി? കളിത്തോക്ക് ഉപയോഗിച്ച് വിമാനം റാഞ്ചിയ വ്യക്തികളിൽ ഒരാളാണല്ലേ. കളിത്തോക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? വിമാനം റാഞ്ചി. അപ്പോൾ നല്ല ബുദ്ധിയാണ്, അതൊന്ന് ഓർത്തിച്ചാൽ മതി. കളിത്തോക്ക് ഉപയോഗിച്ച് വിമാനം റാഞ്ചി എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇന്ദിരാഗാന്ധിനെ വിട്ടയക്കണം അല്ലേ, ജയിൽ മോചിതനാകാൻ വേണ്ടി വിട്ടയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭോലാനാഥ് എന്താണ് ഉപയോഗിച്ചത്? കളിത്തോക്ക് ഉപയോഗിച്ച് വിമാനം റാഞ്ചിയ വ്യക്തികളിൽ ഒരാളാണ് കേട്ടോ. 1978 സെപ്റ്റംബർ 20 ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭോലോനാഥും ദേവേന്ദ്ര പാണ്ഡെയും ചേർന്ന് കൊൽക്കത്തയിൽ നിന്ന് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചുകയായിരുന്നു. ഒടുവിൽ വാരണാസിയിൽ വിമാനമിറക്കിയതോടെ ഇരുവരും കീഴടങ്ങി. 1980 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെ ഇരുവർക്കുമെതിരെയുള്ള ശിക്ഷാ നടപടികൾ പിൻവലിച്ചു. ഇരുവരും കോൺഗ്രസ് ടിക്കറ്റിൽ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എന്താണ് ചെയ്തത്? 1978 ഡിസംബർ 20 ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു? ഭോലോനാഥും ദേവേന്ദ്രനാഥും ചേർന്നിട്ട് കൊൽക്കത്തയിൽ നിന്ന് വരികയായിരുന്നു. കൊൽക്കത്തയിൽ നിന്ന് എയർലൈൻസിൽ അവരുണ്ടായിരുന്നു. ആ എയർലൈൻസ് അവർ റാഞ്ചി. എന്നിട്ട് എന്ത് ചെയ്തു? അത് അവിടെ ഇറങ്ങാതെ എന്ത് ചെയ്തു? വാരണാസിയിൽ വിമാനം ഇറക്കി അല്ലേ. വാരണാസിയിൽ അവർ കീഴടങ്ങുകയായിരുന്നു. അവസാനം 1980 ഇത് സംഭവിച്ചത് 1978 ഡിസംബർ 20 1980 നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്തു? ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ടിക്കറ്റ് കൊടുത്തല്ലേ. കോൺഗ്രസ് ടിക്കറ്റിൽ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അവർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ശുപാർശ കാരണം ഉണ്ടായിട്ടുള്ളത് അല്ലേ. റൂമി ഇന്ത്യയുടെ ആദ്യ പുനരുപയോഗം ചെയ്യാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് അടുത്തിടെ ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. ഇതിൻ്റെ പേരാണ് റൂമി 1. അപ്പോൾ റൂമി 1 എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ പുനരുപയോഗം ചെയ്യാവുന്ന ഹൈബ്രിഡ് റോക്കറ്റാണ്. എവിടെയാണ് വിക്ഷേപിച്ചത്? ചെന്നൈയിൽ. കോസ്മിക് റേഡിയേഷൻ തീവ്രത ഉൾപ്പെടെയുള്ള അന്തരീക്ഷ അവസ്ഥകളെ നിരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 3 ക്യൂബിക് ഉപഗ്രഹങ്ങളുമായാണ് വിക്ഷേപിച്ചത്. ഉപഗ്രഹ വിക്ഷേപണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങാൻ ശേഷിയുള്ളതാണ് റൂമി എന്ന ചെറു റോക്കറ്റ്. ഭാരം 80 കിലോഗ്രാം. സ്പേസ് സൗണ്ട് ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റ് 7 മിനിറ്റിനുള്ളിൽ മടങ്ങിയെത്തി. അപ്പോൾ എന്താണ് റൂമി? ചെന്നൈയിൽ നിന്ന് വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ ഒരു ഹൈബ്രിഡ് റോക്കറ്റാണ് റൂമി. എന്തുപയോഗിച്ചാണ്? കോസ്മിക് റേഡിയേഷൻ തീവ്രത ഉൾപ്പെടെയുള്ള അന്തരീക്ഷ അവസ്ഥകളെ നിരീക്ഷിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത 3 ക്യൂബിക് ഉപഗ്രഹങ്ങളുമായിട്ടാണ് നമ്മുടെ ഹൈബ്രിഡ് റോക്കറ്റ് പോയത്. അപ്പോൾ കോസ്മിക് റേഡിയേഷൻസിനെയൊക്കെ പഠിക്കാനായിട്ടുള്ള 3 ക്യൂബിക് ഉപഗ്രഹങ്ങളുമായിട്ടാണ് റൂമി പോയത്. ഉപഗ്രഹ വിക്ഷേപണത്തിന് ശേഷം അതിനെന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയിലേക്ക് മടങ്ങാൻ ശേഷിയുള്ള താണ് റൂമി എന്ന ചെറു റോക്കറ്റ്. എത്ര കിലോഗ്രാമാണ് ഭാരം? 80 കിലോഗ്രാം. എത്രയാണ്? 80 കിലോഗ്രാം. സ്പേസ് സോൺ ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റ് 7 മിനിറ്റിനുള്ളിൽ മടങ്ങിയെത്തി. അപ്പോൾ ആരാണ് വിക്ഷേപിച്ചത്? ചെന്നൈയിൽ നിന്ന് സ്പേസ് സോൺ ആണ് വിക്ഷേപിച്ചത്. എത്ര മിനിറ്റ് കൊണ്ട് മടങ്ങിയെത്തി? 7 മിനിറ്റ് കൊണ്ട് മടങ്ങിയെത്തി. ആരാണ് വിക്ഷേപിച്ചത്? സ്പേസ് സോൺ. എത്ര മിനിറ്റ് കൊണ്ട് മടങ്ങിയെത്തി? 7 മിനിറ്റ് കൊണ്ട്. ചെന്നൈയിൽ സ്പേസ് സോൺ ആണ് വിക്ഷേപിച്ചത്. നമ്മുടെ ഹൈബ്രിഡ് റോക്കറ്റിൻ്റെ പേരാണ് റൂമി. എത്ര കിലോഗ്രാം ഭാരം? 80 അല്ലേ. 80 കിലോഗ്രാം ഭാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം നേടിയത്? കലാമണ്ഡലം രാമചാക്യാർ. അപ്പോൾ രാമചാക്യാർക്ക് എന്ത് കിട്ടി? രാമനും ഗുരുവായൂരപ്പനും കൂടെ കൈയാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം. ഗുരുവായൂരപ്പൻ കലാ പുരസ്കാരം ലഭിച്ചത് ആരാണ്? കലാമണ്ഡലം രാമചാക്യാർ. കൂടിയാട്ടം ആചാര്യനാണ്. 5555 രൂപയും ഗുരുവായൂരപ്പൻ്റെ ചിത്രം പതിച്ച 10 ഗ്രാം സ്വർണ്ണ പതക്കവുമാണ് പുരസ്കാരം.
അപ്പോൾ ആരാണ്? കലാമണ്ഡലം രാമചാക്യാർ. കൂടിയാട്ടം കലാകാരനാണ്. 5555 രൂപയും ഗുരുവായൂരപ്പൻ്റെ ചിത്രം പതിച്ച 10 ഗ്രാം സ്വർണ്ണപ്പതക്കവുമാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ചെയർമാനായ ഇന്ത്യക്കാരൻ. അപ്പോൾ നമ്മുടെ ICCയുടെ ചെയർമാൻ കുറേ നാളായിട്ട് തന്നെ ആര് തന്നെയാണ്? ജയ്ഷ തന്നെയാണ്. ജയ്ഷ പിന്നെ നിയമിതനായി ICCയുടെ ചെയർമാനായിട്ടല്ലേ. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ ചെയർമാനായ ഇന്ത്യക്കാരൻ ആരാണ്? ജയ്ഷ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI സെക്രട്ടറിയായി ജയ്ഷ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. ഗ്രെഗ് ബാർക്ലേയുടെ പിൻഗാമിയായി 2024 ഡിസംബർ 1 ചുമതലയേൽക്കും. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ICCയുടെ ചെയർമാനായി ജയ്ഷ ഈ പദവിയിലെത്തുന്ന 5ാമത്തെ ഇന്ത്യക്കാരനാണ്. ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മോഹർ എന്നിവരാണ് മുൻഗാമികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ് ജയ്ഷ. അപ്പം അമിത്ഷായുടെ മകനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ജയ്ഷയാണ്. എന്ത്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ചെയർമാനായ ഇന്ത്യക്കാരൻ ആരാണ്? ജയ്ഷ. BCC ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIയുടെ സെക്രട്ടറിയായ ജയ്ഷയാണ് ഇപ്പോൾ എങ്ങോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? എതിരില്ലാതെ നമ്മുടെ ICC ചെയർമാനായിട്ടല്ലേ, ICCയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ICC ചെയർമാനായ ഇന്ത്യക്കാരനാണ് ജയ്ഷ. എപ്പോഴാണ് ചുമതലയേൽക്കുന്നത്? ഡിസംബർ 1 2024 ഡിസംബർ 1 ചുമതലയേൽക്കാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ 35ാമത്തെ വയസ്സിലെത്തുന്ന 5ാമത്തെ ഇന്ത്യക്കാരനാണ് കേട്ടോ ജയ്ഷ. ആരാണ് സ്ഥാനം ഒഴിയുന്നതെന്ന് ചോദിച്ചാൽ ഗ്രെഗ് ബാർക്ലേ ആണ് കേട്ടോ. ആരാണ്? ഗ്രെഗ് ബാർക്ലേ. ഓക്കെ. പിന്നെ ആരൊക്കെയാണ് ഈ സ്ഥാനത്തിരുന്നതെന്ന് ചോദിച്ചാൽ ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവരാണ് മുൻഗാമികൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടിൻ്റെ പേര്. അപ്പം നമ്മുടെ സെബി ആരാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ഒരു AI ചാറ്റ്ബോട്ടിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ സേവയാണ്. സെബീസ് വിർച്വൽ അസിസ്റ്റൻറ്റ്. അപ്പം സെബിയുടെ വിർച്വൽ അസിസ്റ്റൻറ്റ് സേവയാണ്. എന്തായിട്ട്? SVA സേവ. സെബീസ് വിർച്വൽ അസിസ്റ്റൻറ്റ്. ഓക്കെ. അതാണ് സെബി ഉപഭോക്താക്കൾക്കായിട്ട് അവതരിപ്പിച്ച AI ചാറ്റ്ബോട്ട് കേട്ടോ. സെബിയുടെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇതിപ്പോൾ ഇംഗ്ലീഷിലിപ്പോൾ ഇത് നമ്മുടെ എക്സ്പാൻഷൻ വരുന്നുണ്ട്. അപ്പോൾ സെബി തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ഡയറി ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഉൽപ്പന്നം അമുൽ. ആഗോള ബ്രാൻഡ് മൂല്യനിർണ്ണയ കൺസൾട്ടൻസിയായ ബ്രാൻഡ് ഫിനാൻസിൻ്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരമാണ് ഈ വിലയിരുത്തൽ. അപ്പോൾ എന്താണ്? നമ്മുടെ ബ്രാൻഡ് ഫിനാൻസിൻ്റെ ആഗോള ബ്രാൻഡ് മൂല്യനിർണ്ണയ കൺസൾട്ടൻസിയാണ് ബ്രാൻഡ് ഫിനാൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് അമുൽ എന്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ഡയറി ബ്രാൻഡ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ഡയറി ബ്രാൻഡ് ഏതാണ്? അമുൽ. ആരാണ്? അമുൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമുദ്ര മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ കപ്പൽ ഗോവയിൽ പുറത്തിറക്കി. പേര്? സമുദ്രപ്രതാപ്. അപ്പോൾ എന്താണ്? സമുദ്രത്തിൻ്റെ മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ എന്ത് ചെയ്തു? തദ്ദേശീയമായി നിർമ്മിച്ചൊരു കപ്പലുണ്ട്. ഗോവയിലാണത് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഗോവയിൽ ഒരു കപ്പൽ ഇറക്കിയിട്ടുണ്ട്, സമുദ്രപ്രതാപ്. എന്തിനാണ് ഇറക്കിയത്? സമുദ്ര മലിനീകരണം തടയാനായിട്ട് കേട്ടോ. അങ്ങനെ ഇറക്കിയ കപ്പലിൻ്റെ പേരെന്താണ്? സമുദ്രപ്രതാപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് കപ്പൽ നിർമ്മിച്ചത്. എണ്ണയും മറ്റ് മലിനീകരണ വസ്തുക്കളും സമുദ്രത്തിൽ വ്യാപിക്കുന്നത് തടയാനും മലിനീകരണം സംഭവിച്ചാൽ അത് നീക്കം ചെയ്യാനുമുള്ള സംവിധാനം കപ്പലിനുണ്ട്. അപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവയാണ് ഇത് നിർമ്മിച്ചിറക്കുന്നത് അല്ലേ. ഗോവൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് കപ്പൽ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എവിടെ? ഗോവയിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഓക്കെ. എണ്ണയും മറ്റ് മലിനീകരണ വസ്തുക്കളൊക്കെ സമുദ്രത്തിൽ വ്യാപിപ്പിക്കുന്നത് തടയാനായിട്ടുള്ള സംവിധാനങ്ങൾ എന്തുണ്ട്? നമ്മുടെ കപ്പലിനുണ്ട്. കപ്പലിൻ്റെ പേരെന്താണ്? സമുദ്രപ്രതാപ് കേട്ടോ. എന്താണ്? സമുദ്രപ്രതാപ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ ടെക്സസിലെ ഹൂസ്റ്റണിൽ US അനാച്ഛാദനം ചെയ്തു.
അനാച്ഛാദനം ചെയ്തു. പേര് സ്റ്റാച്യു ഓഫ് യൂണിയൻ. ഷുഗർലാൻഡിലെ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഈ വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. 90 അടി ഉയരമുള്ള പ്രതിമ US-ലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമ കൂടിയാണ്. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി 151 അടിയാണ് ഒന്നാമത്. ഫ്ലോറിഡയിലെ പെഗാസസ് ആൻഡ് ഡ്രാഗൺ 110 അടിയാണ് രണ്ടാമത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ? ഓക്കെ, ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഹനുമാൻ പ്രതിമ എവിടെയാണ് വന്നിരിക്കുന്നത്? ടെക്സസിലെ ഹൂസ്റ്റണിൽ കേട്ടോ. അതായത് US-ലെ ടെക്സസിലെ ഹൂസ്റ്റണിലാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ. അതിൻ്റെ പേരെന്താണ്? സ്റ്റാച്യു ഓഫ് യൂണിയൻ. ഹനുമാനും രാമനും ഒക്കെ കൂടെ ഒന്നിച്ച് നിന്നിട്ടാണ് നമ്മുടെ സീതേനെ വിളിച്ചിട്ട് വന്നത്. അപ്പോൾ ഹനുമാൻ്റെ പ്രതിമയുടെ പേര് സ്റ്റാച്യു ഓഫ് യൂണിയൻ. ആരാണ്? സ്റ്റാച്യു ഓഫ് യൂണിയൻ. അല്ലെങ്കിൽ ഇങ്ങനെ US-ലാണ്, US-ലൊരു ഹനുമാൻ പ്രതിമ വരണമെങ്കിൽ ഇന്ത്യയായിട്ട് കുറച്ച് അല്ലെങ്കിൽ ഒരു യൂണിയൻ ഉണ്ടെന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്താണ്? സ്റ്റാച്യു ഓഫ് യൂണിയൻ. എന്താണ് ഹനുമാൻ പ്രതിമയുടെ പേര്? സ്റ്റാച്യു ഓഫ് യൂണിയൻ. ഷുഗർലാൻഡിലെ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഈ വെങ്കല പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ വെങ്കലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമയാണ്. ടെക്സസിലാണെന്ന് പറഞ്ഞു. ടെക്സസിൽ എവിടെയാണ്? ഷുഗർലാൻഡിലെ അഷ്ടലക്ഷ്മി ക്ഷേത്രം ഉണ്ട് അവിടെ US-ൽ. ആ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിന് മുമ്പിലാണ് എന്താണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള നമ്മുടെ ഹനുമാൻ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിയൻ ഉള്ളത് കേട്ടോ. വെങ്കലത്തിലാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. എത്ര അടിയാണ് ഉയരം? 90 അടി. US-ലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് കേട്ടോ. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി 151 ഒന്നാമത്. അത് നമുക്കറിയാമല്ലോ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി 151 ഒന്നാമത്. ഫ്ലോറിഡയിലെ പെഗാസസ് ആൻഡ് ഡ്രാഗൺ ആണ് രണ്ടാമത്. അപ്പോൾ ഫസ്റ്റ് US-ലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് ലിബർട്ടി 151 അടി. ഫ്ലോറിഡയിലെ പെഗാസസ് ആൻഡ് ഡ്രാഗൺ 110 അടിയാണ് രണ്ടാമത്. 90 അടിയുള്ള നമ്മുടെ ഹനുമാൻ പ്രതിഭ സ്റ്റാച്യു ഓഫ് യൂണിയൻ ആണ് ഇപ്പം മൂന്നാമത്. എവിടെയാണ്? ഷുഗർലാൻഡിലെ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ. ടെക്സസ് എന്ന് നമ്മളോട് ചോദിക്കത്തുള്ളായിരിക്കും. ടെക്സസിലെ ഹൂസ്റ്റണിലാണ് അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്ര അടിയാണ്? 90 അടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര്? തമിഴക വെട്രി കഴകം, TVK. അപ്പോൾ TVK ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വായിച്ചായിരുന്നു. PV അൻവർ DMK എന്ന് പറയുന്നൊരു പാർട്ടി നിർമ്മിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ തമിഴ്നാടൻ വിജയ് നേതൃത്വം നൽകുന്നത്, വിജയനെ നമ്മൾ TV-യിലാണല്ലോ കാണുന്നത്. അപ്പോൾ TVK. ഇനി നമ്മളത് ഫുൾ ഫോം ആക്കണം. TV തമിഴ് സിനിമയാണ്. അപ്പോൾ തമിഴ് സിനിമ, വിജയുടെ പേര് വെട്രിവേൽ എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ വെട്രി കഴകം നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ തമിഴക വെട്രി കഴകം, TVK തമിഴക വെട്രി കഴകം. ഓക്കെ, ആരുടെയാണ്? TVK ആരുടെയാണ്? വിജയുടെ പാർട്ടിയാണ് കേട്ടോ. ആപ്പിളിൻ്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ കേവൻ പരേഖ്. അപ്പോൾ ആരാണ് ആപ്പിളിൻ്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ? ആരാണ് ആപ്പിളിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് ചോദിച്ചാൽ കേവൻ പരേഖ്. ആരാണ്? കേവൻ പരേഖ്. ഓക്കെ, ഒക്ടോബർ 3 UAE-യിൽ ആരംഭിച്ച 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി വനിതകൾ. ഇതിപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴെപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒരു പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഒക്ടോബർ 3 നമ്മൾ എവിടെയായിരുന്നു വനിതാ 2020 ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ദുബായിലായിരുന്നു, UAE-യിലായിരുന്നു അല്ലേ. UAE-യിൽ ആരംഭിച്ച 2020 വനിതാ ലോകകപ്പിൽ 2 മലയാളികൾ ഇടം നേടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു സാസായും ആശാ ശോഭനയും. സാസ എന്ന് പറഞ്ഞാൽ സജന സഞ്ജീവൻ. അപ്പോൾ എന്താണ്? സജന സഞ്ജീവൻ. ആശാ ശോഭനയും സജന സഞ്ജീവനും. സജന സഞ്ജീവൻ മാനന്തവാടിയിൽ നിന്നും ആശാ ശോഭന തിരുവനന്തപുരത്തു നിന്നുമാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ്? സജന സഞ്ജീവൻ, സാസ. സജന സഞ്ജീവൻ മാനന്തവാടി, ആശാ ശോഭന തിരുവനന്തപുരം. ലോകകപ്പ് ക്രിക്കറ്റിലുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി വനിതകൾ ഇടം നേടുന്നത് ആദ്യമായാണ്. 15-അംഗ ടീമിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റൻ. ആഭ്യന്തര പ്രശ്നത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടത്തേണ്ടിയിരുന്ന ലോകകപ്പ് മത്സരങ്ങൾ UAE-യിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ 2020 എവിടെയാണ് നടത്താൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ കാരണം അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ആദ്യമായിട്ടാണ് ഈ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് വനിതകൾ വരുന്നത്. 15-അംഗ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഓക്കെ, മറക്കത്തില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി UPS നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം?
അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയിലുള്ളവർക്ക് ഒരു ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട്. എന്താണ് എൻ്റെ പേര്? UPS അല്ലേ? UPS. ആ UPS എന്ന് പറയുന്ന പെൻഷൻ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. എന്താണ് UPS? അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിക്ക് അടുത്തിടെയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. നമ്മുടെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി എന്തായിട്ട് ലഭിക്കും? പെൻഷനായിട്ട് ലഭിക്കും. ആ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ എന്താണ് UPS? അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി എന്തായിട്ട് ലഭിക്കും? പെൻഷനായിട്ട് ലഭിക്കും. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതിയാണ് കേട്ടോ. ആരാണ് ആദ്യം നടപ്പിലാക്കിയത്? മഹാരാഷ്ട്ര. ഓക്കെ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG പുതിയ ഡയറക്ടർ ജനറൽ B. ശ്രീനിവാസ്. അപ്പോൾ ആരാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ പുതിയ ഡയറക്ടർ ജനറൽ? ആരാണ്? B. ശ്രീനിവാസ്. CISF, BSF എന്നിവയുടെ ഡയറക്ടർ ജനറൽമാരായി യഥാക്രമം രജ്വിന്ദർ സിംഗ് ഭട്ടിയും ദൽജിത്ത് സിംഗ് ചൗധരിയും നിയമിക്കപ്പെട്ടു. അപ്പം NSGയുടെ ഡയറക്ടർ ജനറൽ NSG, എന്നിനകത്ത് NSG ശ്രീനിവാസൻ. NS എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഓർക്കണം? ശ്രീനിവാസൻ. NS എന്ന് പറയുമ്പം ആ എന്നിൻ്റെ S തിരിച്ചിട്ടാൽ മതി, SN എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ശ്രീനിവാസൻ. ആരാണ്? B. ശ്രീനിവാസനാണ് NSGയുടെ പുതിയ ഡയറക്ടർ. ഇനി CISFൻ്റെ ആരാണ്? CISFൻ്റെ രജ്വിന്ദർ സിംഗ് ആണ്. അപ്പോൾ CISF ആരാണ്? രജ്വിന്ദർ സിംഗ്. ഇനി BSF ആരാണ്? ദൽജിത്ത് സിംഗ് ചൗധരിയും. അപ്പോൾ BISF എന്ന് പറയുമ്പോൾ ദല്ലാണെന്ന് ഓർക്കണം, ദൽജിത്ത്. BISF ആരാണ്? BSF അല്ല, BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. BSFൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ദൽജിത്ത് സിംഗ്. ആരാണ്? ദൽജിത്ത് സിംഗ്. CISF ആരാണ്? രജ്വിന്ദർ സിംഗ്. ഓക്കെ, മറക്കരുത്. NSG ശ്രീനിവാസൻ, CISF രജ്വിന്ദർ സിംഗ്, BSF ദൽജിത്ത് സിംഗ്. ഓക്കെ. അടുത്തിടെ അന്തരിച്ച AG നൂറാനി ഏത് നിലയിലാണ് അറിയപ്പെട്ടിരുന്നത്? ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനും. ഓക്കെ. ആരാണ്? അബ്ദുൾ ഗഫൂർ മജീദ് നൂറാനി എന്നാണ് യഥാർത്ഥ പേര്. മുംബൈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകനായിരുന്നു. ദേശീയ പത്രങ്ങളിലെ സ്ഥിരം കോളമിസ്റ്റ് ആയിരുന്നു. ആര്? AG നൂറാനി എന്ന് പറയുന്നത്. AG നൂറാനി ആരാണ്? അബ്ദുൾ ഗഫൂർ മജീദ് നൂറാനി എന്നാണ് യഥാർത്ഥ പേര്. മുംബൈ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ വക്കീലായിരുന്നു അല്ലേ. ദേശീയ പത്രങ്ങളിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനുമായിരുന്നു AG നൂറാനി കേട്ടോ. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ സാബർ ജെറ്റ് വിമാനം വെടിവെച്ചതിന് വീരചക്ര ബഹുമതി നേടിയ എയർ മാർഷൽ അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേര് ഡെൻസിർ കീലോർ. അപ്പോൾ ഡെൻസിർ കീലോർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സാർ എന്താണ്? വീരചക്ര ബഹുമതി ലഭിച്ച എയർ മാർഷലായിരുന്നു അല്ലേ. വീരചക്ര ബഹുമതി ലഭിച്ച എയർ മാർഷൽ ആരാണ്? ഡെൻസിർ കീലോർ. ആരാണ്? ഡെൻസിർ കീലോർ. എന്തിനാണ് ഈ വീരചക്ര ബഹുമതി ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ചിട്ട് അല്ലേ. 1965 ഇന്ത്യ പാക് യുദ്ധത്തിലെ പാകിസ്ഥാൻ്റെ സാബർ ജെറ്റ് വിമാനം വെടിവെച്ചിട്ട് വീരചക്ര ബഹുമതി നേടിയ എയർ മാർഷലാണ് ഡെൻസിർ കീലോർ കേട്ടോ. ആരാണ്? ഡെൻസിർ കീലോർ. എന്ത് വിമാനങ്ങളാണ്? സാബർ ജെറ്റ് വിമാനങ്ങൾ കേട്ടോ. ആരാണ്? ഡെൻസിർ കീലോർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക വിനോദസഞ്ചാര ദിനം എന്നായിരുന്നു? സെപ്റ്റംബർ 27. ജോർജിയയിലെ ടിബിസിയിലാണ് 2024 വിനോദസഞ്ചാര ആഘോഷം നടന്നത്. ടൂറിസം ആൻഡ് പീസ് എന്നാണ് ദിനാചരണ വിഷയം. അപ്പോൾ ലോക വിനോദസഞ്ചാര ദിനം എന്നാണ് സെപ്റ്റംബർ 27. ജോർജിയയിലെ ടിബിസിയിലാണ് എന്ത് നടന്നത്? 2024 ലോക വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത്. ടൂറിസം ആൻഡ് പീസ് എന്നാണ് ദിനാചരണ വിഷയം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒക്ടോബറിലെ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.